അതായത് വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 27 വർഷങ്ങൾക്ക് മുമ്പാണ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് ഞങ്ങൾക്ക് ജനിക്കുന്ന സമയത്ത് ഞങ്ങളിവിടെ വരുന്നു. ഡോക്ടർ ലിസമ്മയെ ഞങ്ങൾ കാണുന്നു. അങ്ങനെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു, പിന്നെ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചു. ഇപ്പോൾ ആദ്യം ജനിച്ച കുഞ്ഞിന് വേണ്ടിയുള്ള ആ ജനനത്തിന് വേണ്ടി, ആ പ്രസവത്തിന് വേണ്ടിയാണ് ഇപ്പോൾ വന്നത്. ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് മറ്റൊരു പേര് ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അത് ഡോക്ടർ ലിസമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള, അടുപ്പമുള്ള, അതിനേക്കാൾ ഉപരിയായിട്ട് ചെല്ലുന്ന സമയത്ത് തന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇന്ന് ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ പിള്ളേര്, ഞങ്ങളുടെ മക്കൾ ചെറുതായിരുന്നപ്പോൾ ജനനത്തിന് ശേഷം ഇവിടെ ജനിച്ചു, രണ്ടുപേരും ഇവിടെ ജനിച്ചു. അവരെ കാണിച്ചിരുന്നതും ഇവിടുത്തെ ഡോക്ടർ രവിയെയാണ്. അതായത് കുഞ്ഞായിരുന്ന സമയത്ത്, ചെറുതായിട്ട് അവർ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് ഡോക്ടർ രവിയെയാണ് കാണിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ന്യൂ ബോൺ ബേബിയെയും കാണിക്കുന്ന ഡോക്ടർ രവിയെ തന്നെയാണ്. ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ഏഞ്ചലിനെ കിട്ടി. അത് ഇവിടെ EMCയിൽ വെച്ചായിരുന്നു. ഞങ്ങളുടെ ഡെലിവറി ഡോക്ടർ ലിസമ്മയായിരുന്നു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി പേരൻസിന്റെ ഗൈഡൻസ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞനുസരിച്ച് അവർ പറഞ്ഞ വേറൊരു പേര് ആലോചിക്കേണ്ട ആവശ്യമില്ല, ഡോക്ടർ ലിസമ്മ ഇസ് ദ വൺ ഫോർ യു. അത് എന്തുകൊണ്ട് എന്നുള്ളത് ഫസ്റ്റ് ഇന്ററാക്ഷൻ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ, ഇപ്പൊ നമ്മൾ ടെൻസ്റ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ജോക്ക്, ഒരു ചെറിയ എന്തെങ്കിലും ഒരു സാധനം ഇട്ട് നമ്മൾ ആദ്യം അങ്ങോട്ട് കാമാക്കും, എന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്. സോ ദാറ്റ് വാസ് എ വെരി ഗ്രേറ്റ് ബ്ലെസ്സിങ് ഫോർ അസ്. ഷി വാസ് ലൈക്ക്, ഇതാണ് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ, ഇതാണ് എൻ്റെ മൊബൈൽ നമ്പർ, എപ്പോൾ വേണമെങ്കിലും വിളിച്ചോളൂ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. സോ ഫോർ മീ ഡോക്ടർ ലിസമ്മ ഇസ് ഡെഫിനറ്റ്ലി who I'll be recommending to any of my friends or any of my relatives and also EMC for that matter. ലേബർ റൂമിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതായിരുന്നു. എല്ലാ സ്റ്റാഫും സപ്പോർട്ടീവ് ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ പാരൻസിനെയും ഹസ്ബൻഡിനെയൊക്കെ ഇടയ്ക്ക് ലേബർ റൂമിൽ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും എന്ന് വെച്ചാൽ, ഞാൻ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവർക്കൊക്കെ വന്ന് കണ്ട് സംസാരിക്കാനും ഒക്കെ പറ്റിയിരുന്നു. പിന്നെ സ്റ്റാഫും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഫുൾ ടൈം നമ്മളുടെ ഒപ്പം ആരെങ്കിലും ഉണ്ടാവും, എല്ലാവരും വന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്തെങ്കിലും അഡീഷണൽ സപ്പോർട്ട് വേണോ എല്ലാം. അപ്പം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു അത്. അത് കഴിഞ്ഞ് റൂമിൽ വന്നു, ന്യൂ ബോൺ ബേബിയാണ് അതൊക്കെ. അപ്പം ഫസ്റ്റ് ഡേ ഒക്കെ മാനേജ് ചെയ്യുമ്പോൾ രാത്രിയൊക്കെ ആണെങ്കിലും നഴ്സ് ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഒരു പ്രാവശ്യം കരച്ചിലേക്കുമ്പോഴത്തേക്കും നമ്മൾ വിളിക്കേണ്ട, അതിന് മുമ്പേ അവർ വന്ന് ആക്ച്വലി ഹെൽപ്പ് ചെയ്യുമായിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടോ, സപ്പോർട്ട് വേണോ. അപ്പോൾ ലേബർ റൂമിൽ ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഡോക്ടറെ ആദ്യമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കും, ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ, നമുക്ക് ആക്ച്വലി ലേബർ റൂമിൽ കയറാൻ പറ്റുമോ, കെൻ ബി എ പാർട്ട് ഓഫ് ദ ബർത്തിങ് പ്രോസസ്. അപ്പോൾ ഡോക്ടർ അപ്പോൾ തന്നെ it's totally fine, we can definitely be a part of it and definitely പറയും. And actually during the day ഞാൻ ഒരു 3 to 4 times minimum കയറിയിട്ടുണ്ട്, which was a great blessing because എനിക്ക് കാണായിരുന്നു how she was actually going through the process. I could be a part of it.